മനുഷ്യനല്ലത് എന്തോ സ്വപ്നത്തിൽ കണ്ടതുപോലുണ്ട്. ശിവേ, നിങ്ങൾ ആ കാട്ടിലോട്ട് പോയിട്ട് വന്നതല്ലേ? ഇല്ല, അതെ, നിങ്ങൾ ആ കാട്ടിലോട്ട് പോയിട്ട് വന്നതാ. നീ വീട്ടിലോട്ട് വാ. പാത്തു, എന്താ ഭയങ്കര പാത്തു, നീ എന്തായി ചെയ്തത്? നമ്മള് കാട്ടിലോട്ട് പോയതല്ലേ, അത് ഞാൻ പറഞ്ഞു ചേട്ടനോട്. അതിനിപ്പോ എന്താ? എടി, എനിക്കൊരു കാര്യം അറിയോ? ഫസ്റ്റ് ചേട്ടനെ ശിവയോട് പറഞ്ഞതാ നീ ആ കാട്ടിലോട്ടൊന്നും പോകണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ കേൾക്കാൻ ഓടിഞ്ഞും മറിഞ്ഞും ചേട്ടനെ കാണാണ്ട് ആ കാട്ടിലോട്ട് പോയത്. എന്നാലോ ശിവേ കാട്ടിലോട്ട് പോയിട്ടില്ല എന്ന് പറയാൻ വരുമ്പോ നീ ഇടയിലോട്ട് കയറി എന്താ പറഞ്ഞത്? ഞങ്ങൾ പോയിട്ട് വന്നതാണല്ലോ പറഞ്ഞത്. അല്ലാ, പാവം ശിവ. ഇനിയിപ്പോ എന്താ ചെയ്യാ? പാവം, ഞാൻ കാരണം അവൾക്കിന്ന് നല്ലോണം അടി കിട്ടുമായിരിക്കുമല്ലേ? ഹലോ ചേട്ടാ, നിങ്ങൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടറെ. ഇനിയും അതേപോലെ ആ വലിയ മനുഷ്യനെ നിങ്ങൾ സ്വപ്നത്തിൽ വരുവാണെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ വേറെ ഡോക്ടർക്ക് എഴുതി തരാം. എൻ്റെ പൊന്നു ഡോക്ടറെ, ഞാൻ പറഞ്ഞതൊന്ന് വിശ്വസിക്ക്. അത് ശരിക്കും ഉണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വേറെ ഒരു അസുഖവും ഇല്ല. നിങ്ങളിനി വേറെ ഡോക്ടർക്ക് എഴുതി തരുമൊന്നും വേണ്ട. ചേച്ചി, ഇയാൾക്ക് ശരിക്കും ഭക്ഷണമൊക്കെ കൊടുക്കണേ. ഭക്ഷണം കഴിച്ചതിന് ശേഷം മരുന്ന് കൊടുത്താൽ മതി. മരുന്നുള്ളതുകൊണ്ട് നന്നായിട്ട് ഭക്ഷണവും കഴിക്കണം. ഡോക്ടറെ, ഞാൻ പറഞ്ഞത് സത്യമാ. എന്റെ പൊന്നു മനുഷ്യ, കുറച്ച് സമയമെങ്കിലും ഒന്ന് മിണ്ടാണ്ടിരിക്കോ? ഒന്ന് മിണ്ടാണ്ടൊന്ന് അവിടെ കിടക്കോ? ചെറിയ കുട്ടികളെ പോലെ എപ്പോഴും പേടിച്ചോണ്ടിരിക്കാതെ മനുഷ്യ. ഓക്കെ, എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കണ്ട. ഞാൻ നാളെ രാവിലെ തന്നെ ഈ നാട് വിട്ട് വേറെ നാട്ടിലോട്ട് പോവുക. ഞങ്ങൾ വരുന്നില്ല, ഞങ്ങളെ ഇവിടെ തന്നെ നിന്നോളാം. ഞാനും മോളും ഇവിടെ തന്നെ നിന്നോളാം കേട്ടോ. ഏട്ടി, ഞാൻ പറഞ്ഞത് നീയെങ്കിലും ഒന്ന് വിശ്വസിക്ക പ്ലീസ്. അവസാനം വരെ ഇനി ആരും വിശ്വസിക്കണ്ട. നിങ്ങൾക്ക് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അയാളെ നേരിട്ട് കാണാം. അപ്പോൾ വിശ്വസിച്ചാൽ മതി കേട്ടോ. എന്താ ഇവിടെ നോക്ക്, എൻ്റെ പിറകിലായി തന്നെ ഉണ്ടാവുള്ളൂ. അമ്മേ, ഇവളില്ലേ എവിടെ പോയതാന്നറിയോ? ആ കാട്ടിലോട്ട് പോയിരിക്കുക. ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞില്ലേ, ആ കാട്ടിലെ എന്തൊക്കെയോ വ്യത്യസ്തമായിട്ട് സൗണ്ടൊക്കെ കേൾക്കുന്നെന്ന്. അമ്മേ, ഞാൻ ഇവളോട് രാവിലെ പറഞ്ഞതാ ആ കാട്ടിലോട്ടൊന്നും പോവണ്ട. പക്ഷെ ഇവളെ എൻ്റെ വാക്ക് കേൾക്കാണ്ട് ഇവളും ഇവളുടെ ആ കൂട്ടുകാരും ഇല്ലേ, അവര് ആ കാട്ടിലോട്ട് പോയിട്ട് വന്നേക്കുവാ. അതേ മോളെ, ഞാനും കേട്ടിട്ടുണ്ട് ആ കാട്ടില് വലിയൊരു മനുഷ്യനുണ്ടെന്ന്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പ്രധാന ചർച്ചാ വിഷയം തന്നെ ഇതല്ലേ മോളെ? പിന്നെ എങ്ങനെ അറിയാതിരിക്കും? ഇനിയല്ലേ എന്റെ മക്കള് ആ കാട്ടിലോട്ടൊന്നും പോകണ്ടാട്ടോ, ഇവിടെ തന്നെ ഇരിക്കെ. ചേട്ടന് പറഞ്ഞത് കേൾക്കാണ്ടൊന്നും ആ കാട്ടിലോട്ടൊന്നും പോവല്ലാട്ടോ. ഇല്ലമ്മേ, ഞാൻ പോവില്ല. ഇനി നീ എങ്ങാനും അവിടെ പുറത്ത് പോയിന്ന് എനിക്ക് അറിഞ്ഞാലുണ്ടല്ലോ, നിന്നെ ഞാൻ വെച്ചേക്കുമെന്ന് നീ വിചാരിക്കേ വേണ്ട കേട്ടോടി. എടാ മതി മതി, നീ വഴക്കൊന്നും പറയണ്ട അവളെ, ഞാൻ പറഞ്ഞോളാം. വഴക്ക് പറഞ്ഞാലമ്മ, ഇവളുടെ ചേട്ടനല്ലേ ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞത് കുറച്ചെങ്കിലും അനുസരിക്കണ്ടേ? ഞാൻ പറഞ്ഞത് ഒന്നും അനുസരിക്കാറില്ല. വലിയൊരു ചേട്ടൻ വന്നേക്കുന്നു. ഒന്ന് പോയാടാ അവിടുന്ന്. വഴക്കൊന്നും കൂടാണ്ട് എന്റെ മക്കള് വന്ന് ഭക്ഷണം കഴിക്കേ. ഇന്നെന്താ അമ്മേ കഴിക്കാനല്ലേ? ഞാനേ ചായക്ക് കൂട്ടാൻ വേണ്ടിട്ട് കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. വാ, വന്നെന്റെ മക്കള് കഴിക്കേ. അമ്മേ, ഇവൾക്ക് കൊടുക്കണ്ട കേട്ടോ നൂഡിൽസ്, എനിക്ക് മാത്രം തന്നാ മതി. ഇല്ലമ്മ ഇല്ലമ്മ, എനിക്കാ കൂടുതൽ തരേണ്ടത്. അമ്മ പ്ലീസ് അമ്മ, എനിക്ക് കുറച്ച് കൂടുതൽ തരണേ. മതി മതി, നിർത്തിക്കേ അങ്ങോട്ട്. രണ്ടുപേരും വന്ന് കഴിക്കേ. രണ്ടുപേരും തല്ല് കൂടിയാലുണ്ടല്ലോ, രണ്ടാൾക്കും ഞാൻ നൂഡിൽസ് തരില്ല, കേട്ടല്ലോ. ഇല്ല മോളെ, നീ കുറച്ച് കൂടുതൽ നൂഡിൽസ് കഴിച്ചോട്ടാ. ചേട്ടന് കുറച്ച് തന്നാ മതി. മതി മതി, രണ്ടുപേരും എന്നെ മുന്നേ പിന്നാരിച്ചത്. വാ, വന്ന് കഴിക്ക്. അമ്മേ അമ്മേ, എന്താണ് മോളെ, എന്താ കാര്യം? അമ്മേ, അമ്മക്കൊരു കാര്യം അറിയോ? ആ കാട്ടിലമ്മേ വലിയൊരു മനുഷ്യനുണ്ടമ്മേ. ഏടേ, ഇപ്പൊ കളിവീട് സീരിയൽ നടക്കുക. അതിനിടയിലേ നീ വന്ന് അമ്മയോട് ഇങ്ങനെയുള്ള കഥകളെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, പോയി അവിടെ നിന്ന് എന്തെങ്കിലും പുസ്തകം ഉണ്ടെങ്കിൽ വായിക്കാൻ നോക്കിയേ. പോയി പഠിക്കാൻ നോക്കിയേ. നാളെ പരീക്ഷയല്ലേ ഓണത്തിന്റെ.
ശരിക്കും പറഞ്ഞതമ്മ, ശരിക്കും ആ കാട്ടിൽ വലിയൊരു മനുഷ്യനുണ്ട്. ആ ഞാൻ വിശ്വസിച്ചു. ഈ സീരിയൽ നോക്കുന്നതിനിടയിൽ നീ വന്ന് കഥ പറയട്ടെ, നിന്നോട് ഞാൻ 8 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അമ്മേ ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കണം, ഞാൻ ശരിക്കും പറഞ്ഞതാ അമ്മേ. ആ ഞാൻ വിശ്വസിച്ചു. ഇനി പോയിക്കോ എൻ്റെ മോള് പോയിക്കേ. ഇതെന്താ അമ്മയൊന്നും വിശ്വസിക്കാത്തത്? ഇനിയിപ്പോ ഇവർ കണ്ടാൽ മാത്രമേ വിശ്വസിക്കുമെന്നാ തോന്നുന്നേ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ചില കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് ആദ്യനന്ദ, സാത്വിക, റിച്ചു, ലച്ചു, പൊന്നു, ഹായ് ഹായ്. അപ്പോൾ നാളെ അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ചെറിയ ബൈ.